ഹായ്, ഞാൻ ഐശ്വര്യ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേരള സ്റ്റൈല് കടലക്കറിയാണ്. നമ്മൾ അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി വിഭവമാണ്. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ച് ഇതുപോലെ ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനെ കേരളത്തിൻ്റെ തനതായ വിഭവങ്ങളാണല്ലോ ഈ കടലക്കറിയൊക്കെ. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ടേസ്റ്റും വെളിച്ചെണ്ണയിലാണ്. പിന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇതൊന്ന് ചൂടായി വരട്ടെ. നല്ലോണം ചൂടാവണം. എന്നുവെച്ചാൽ പുകയുന്ന രീതിയിലല്ല, അത്യാവശ്യം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ വളരെ കുറച്ച് മതി. കടലക്കറിയിലൊന്നും വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മുൻപോട്ട് നിൽക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് ഒരു വെളുത്തുള്ളി ചേർക്കാമെന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം. ഇനി വേണ്ടത് ഒരു പച്ചമുളകാണ്, അതും ചേർത്ത് കൊടുക്കാം. അപ്പം കറിയിൽ നമ്മൾ വേറെ മുളക് പൊടി ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു മുളക് ആഡ് ചെയ്തേക്കുന്നത്. ഇനി വേണ്ടത് ഒരു സവോളയാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് നമുക്കിനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സവോള നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ബ്രൗൺ കളറൊന്നും ആകണ്ട, പക്ഷേ എന്നാലും അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. സവോള പെട്ടെന്ന് വഴന്ന് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ മിക്ക കറികളിലും പറയാറുണ്ടത് നമുക്ക് അതിലേക്ക് വേണ്ട ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സവോള നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ആവശ്യത്തിനുള്ള വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. കാരണം പിന്നീട് നമുക്ക് കറിക്ക് വേണ്ട ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഒരുപാട് ഉപ്പിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കറിയിൽ ഉപ്പ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോ ചേർത്ത് കൊടുക്കും. ഞാനിവിടെ നല്ല പഴുത്ത ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പം അതേപോലെ നല്ല പഴുത്ത ടൊമാറ്റോ നോക്കിയെടുക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ പുളി കുറച്ച് കൂടുതലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ടൊമാറ്റോയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വാടി വരണം. അതുവരെ നമ്മളിത് നല്ലപോലെ എണ്ണയിൽ കിടന്ന് ഒന്ന് വെന്ത് വരണം. ഞാൻ ഒത്തിരി സ്മാഷ് ആവണം എന്നല്ല പറഞ്ഞു, എന്നാലും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ടൊന്ന് വെന്ത് വരും. ഇതിപ്പം തീയാണെങ്കിൽ മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലോട്ടാണെങ്കിൽ ആവി പറക്കുന്നുണ്ട്, ക്യാമറയിലൊക്കെ ആവി പറക്കുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണലായിട്ട് കടലക്കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ വറുത്തിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇത് വേറൊരു എളുപ്പ വഴിയിലാണ് ചെയ്യുന്നത്. ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നേരിച്ച് ഇതും കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. വളരെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് സാവകാശത്തിൽ മാത്രമേ നമുക്ക് ഇതും ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വളരെ പെട്ടെന്നൊന്നും ചെയ്യാവുന്നൊരു കറിയല്ല. കാരണം കുറച്ച് നേരം നമുക്ക് വറക്കുകയും ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുകയും ഇളക്കി ഓരോന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ്, കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കും. ഞാനിവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ അളവുകളെല്ലാം തന്നെ ഞാൻ 1.5 കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അരമുറി തേങ്ങ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ തേങ്ങയുടെ അളവ് നമുക്ക് കുറച്ച് ചേർത്താൽ മതിയായിരിക്കും. ഇതിപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് കടല എടുത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ തേങ്ങയും കൂടി ചേർത്തിട്ട് അത്യാവശ്യം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുക മാത്രമല്ല, തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ അതുവരെ നമുക്ക് ഈ തേങ്ങ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെറു തീയിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ മതി. തേങ്ങ ഇട്ട ശേഷം തീ കൂട്ടി വയ്ക്കരുത്, പെട്ടെന്ന് തന്നെ കരിയാൻ സാധ്യതയുണ്ട്.
അപ്പം കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഈ തേങ്ങയൊക്കെ ചേർത്ത ശേഷമുള്ള ഇളക്കുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം അതിന് വേണ്ടിയിട്ട് ചിലവാകുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഈ കറിയിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കറിക്ക് നല്ല സ്പൈസിനെസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറിന് പകരം നമുക്ക് നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം കാശ്മീരി ചില്ലി പൗഡർ ഞാനിവിടെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കളറും കിട്ടും, എന്നാൽ ഒരുപാട് എരിയും ഉണ്ടാവത്തില്ല. പക്ഷേ നിങ്ങൾക്ക് കാശ്മീരി നല്ല എരി വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടിയും 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ചേർക്കാം. ഇനി ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. ഗരം മസാല ഒരുപാട് ചേർക്കണ്ട, 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർത്താൽ മതി. ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂൺ വരെ ആകാം, പക്ഷേ 1/2 ടീസ്പൂണാണ് നല്ലത്. ഇനി ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി, ഈ പൊടികളെല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം ആ പൊടിയുടെ എല്ലാം ഒരു പച്ച ചുവയും മാറണം, തേങ്ങ ചെറുതായിട്ടൊന്ന് മൂത്ത് വരികയും വേണം. അപ്പോൾ തേങ്ങ ഏകദേശം ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്, ഇനി പൊടിയുടെയും കൂടി മതി. അപ്പോൾ അതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സായ ശേഷം നമുക്ക് ഇത് ആറിയിട്ട് ബൗളിൽ വളരെ കുറച്ച് വെള്ളം ചേർത്ത് വളരെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം മിക്സാക്കണ്ടോ. ഇപ്പം നല്ലോണം അത് മിക്സായി വന്നിട്ടുണ്ട്. ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറി നല്ല ഒരു മൂത്ത മണം വരുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇത് ഏകദേശം ആയി കഴിഞ്ഞു. ഉണ്ടോ, ഈ തേങ്ങയുടെയും ആ പൊടികളും എല്ലാം കൂടെ ചേർന്നിട്ട് അതിൻ്റെ കളറ് മാറി വരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത് ഏകദേശമായി. ഇനി ഞാൻ ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാൻ പോവുകയാണ്. തീയൊക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ആറിയ ശേഷം മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് അരച്ചെടുത്തിട്ട്. അപ്പോൾ വീണ്ടും അടുപ്പിലേക്കാണെങ്കിൽ നമ്മുടെ ഒരു പാൻ വെക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ നമ്മുടെ അരപ്പെല്ലാം തണുത്തിട്ടുണ്ടായിരുന്നു, അത് ചെറിയ ബൗളിലിട്ടിട്ടാണെങ്കിൽ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല പേസ്റ്റ് പോലെ വളരെ ചെറിയ വെള്ളത്തിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. നല്ല മഷി പോലെ അരഞ്ഞിട്ടുമുണ്ട്. അപ്പം ഈ പാൻ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്ന ശേഷം നമുക്ക് ഇതിലേക്കാണെങ്കിൽ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്കാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഓളം കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത്. കണ്ടോ, എണ്ണ ചൂടായതുകൊണ്ട് തന്നെ കടുക് പെട്ടെന്ന് തന്നെ പൊട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കാണെങ്കിൽ ഞാനൊരു വലിയ സവോളയുടെ 4/1 വളരെ കുറച്ച് പോർഷനേ എടുത്തിട്ടുള്ളൂ ആണെങ്കിൽ നമുക്കിതിലേക്കാണെങ്കിൽ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 തണ്ട് കറിവേപ്പിലയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കറിക്ക് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. കറിവേപ്പില കഴുകിയിട്ട് ഞാനതുപോലെ എടുത്ത് ഇതിനകത്തോട്ട് ഇട്ടത് കൊണ്ട് പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. അപ്പം നിങ്ങൾ ആണെങ്കിൽ അത് സൂക്ഷിച്ചിടുക, ഇല്ലെങ്കിൽ എല്ലാം കൂടി പൊട്ടിത്തെറിച്ച് കയ്യിലൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ.
അതുവരെ നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഉള്ളിയുടെയൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. എൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്, വീഡിയോയിൽ കാണാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം ആണെങ്കിൽ അരപ്പ് അതിലിട്ടിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് നല്ല തിക്കായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പം അത് ബൗളിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ബാക്കിയുള്ള അരപ്പും കൂടി അതിൽ നിന്ന് എടുത്തിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ആ ബൗളിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി മിക്സ് ചെയ്ത് ഇതിലോട്ട് ഒഴിച്ചാൽ മതി. നമുക്ക് എന്തായാലും ഗ്രേവി ആവശ്യമാണല്ലോ, അപ്പോൾ അരപ്പും കളയണ്ട. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പം കടല വേവിക്കുന്നത് എല്ലാവർക്കും അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തത്. കടല തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചിരിക്കണം. എന്നിട്ട് കുക്കറിൽ ഒരു 6 മുതൽ 8 വരെ വിസിൽ കേൾക്കാം. 7 8 വിസിൽ കേൾക്കുന്നത്, കാരണം കടല നല്ലതുപോലെ വേവണം. അപ്പോൾ കുക്കറിലൊരു 7 to 8 വരെ വിസിൽ കേട്ട ശേഷം മാത്രമാണ് നമ്മളത് തണുത്ത ശേഷമാണ് എടുക്കേണ്ടത്. അപ്പോൾ കടല നല്ലപോലെ വെന്തിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ആണെങ്കിൽ വേവിച്ച കടലയിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത് 2 രീതിയിലാണ്. അതായത് ഒന്ന് എനിക്ക് പുട്ടിന് വേണം, അതുപോലെ തന്നെ അപ്പത്തിന് വേണം. അപ്പോൾ പുട്ടിനാണെങ്കിൽ ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ചേർക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഇപ്പം ഒന്ന് മിക്സായി ഇതൊന്ന് തിള വന്ന ശേഷം കുറച്ച് കറി ഇതിൽ നിന്ന് മാറ്റും. എന്നിട്ട് ബാക്കിയാണെങ്കിൽ അപ്പത്തിന് വേണ്ടിയിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 രീതിയിൽ ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത്രയും ഗ്രേവി ഉണ്ട് ഇതിൽ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിള വന്ന ശേഷം അതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് കറി മാറ്റും. എന്നിട്ട് അത് അടുപ്പിൽ തന്നെ ഇളക്കി ഞാൻ കുറച്ച് വറ്റിച്ചെടുക്കും. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം നിങ്ങൾ. കാരണം പുട്ടിനൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിലാണെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ടുള്ള കടലക്കറിയാണ് എല്ലാവർക്കും താല്പര്യം. അതേസമയം അപ്പത്തിനാണെങ്കിൽ നമ്മൾ ഒരുപാട് ഗ്രേവി എടുക്കത്തുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ സ്റ്റെപ്പ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് മാത്രമേ വെള്ളം ചേർക്കാവൂ, ഇല്ലെങ്കിൽ ഒരുപാട് വെള്ളമായി പോകും. അപ്പം ഇത് അടുപ്പിൽ കിടന്ന് ഒന്ന് തിളക്കട്ടെ നല്ലപോലെ. ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയാൽ ഉപ്പ് കുറവായിരുന്നു. അപ്പം കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനാണെങ്കിൽ നേരത്തെ കുറച്ച് കറി മാറ്റിയിരുന്നു. ബാക്കിയുള്ളത് നമ്മൾ നല്ലോണം വെള്ളം വറ്റിച്ച് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയി എടുത്തിട്ടുണ്ട്. അപ്പം എപ്പോഴും വെള്ളം ചേർക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് മാത്രമേ വെള്ളം ചേർക്കാവുള്ളൂ. അല്ലാതെ വെള്ളം ഒരുപാട് ചേർത്തിട്ട് പിന്നെ വറ്റിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. എനിക്കിപ്പോൾ 2 രീതിയിൽ വേണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെള്ളം ഒഴിച്ച് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ അങ്ങനെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കും എന്നുണ്ടെങ്കിലും വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ആവശ്യമായ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്ത് ഉണ്ടാക്കിയാൽ മതി. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് ഞാൻ കരുതുന്നത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഞാനിതിപ്പോൾ മറ്റൊരു സർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. മാറ്റിയിട്ട് ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.